ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജ നിനക്കു തോറ്റം ബലാൽ. ലവണജലനിധിയെ രഘുകുല തിലകനശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിക പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷണാൽ. സഹജസുത സജീവ ബലപതികളോടുകൂടവേ സന്നമാം നിന്നുട സൈന്യവും നിർണയം. രാമായണ വിചാരത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും സമുദ്ര ലംഘനം ചെയ്ത് ലങ്കയിൽ എത്തിയ ഹനുമാനെയാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിച്ചത്. ഹനുമാന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. താൻ ശ്രീരാമചന്ദ്രനിൽ നിന്നുമുള്ള മുദ്രാങ്കുലീയവും അടയാളവാക്യവും പേറിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കരുത് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ലങ്കയിലേക്കുള്ള ഹനുമാൻ്റെ പ്രയാണം. അതുകൊണ്ട് തന്നെ ഹനുമാൻ ലങ്കയിൽ കൃത്യമായി എത്തിച്ചേരുകയും അശോകവനിയിൽ ഒരു ശിംശപാവൃക്ഷ ചുവട്ടിലിരിക്കുന്ന സീതയെ ദർശിക്കുകയും ചെയ്തു. ഹനുമാൻ അന്ന് രാത്രി ആ ശിംശപാവൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചകൾ അതിദയനീയമായിരുന്നു. ഒട്ടേറെ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ വളരെ വിവശയായിരിക്കുന്ന സീതയെ ആണ് കണ്ടത്. മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി മാനസികമായ എല്ലാ ഔത്സുക്യങ്ങളും നശിച്ച് നിരാശത ബാധിച്ച ഒരു സീതയെ ഹനുമാൻ ദർശിക്കുകയുണ്ടായി. എന്നാൽ മറ്റു രാക്ഷസികളുടെ സാന്നിധ്യം അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നതിനാൽ സീതയ്ക്ക് മുൻപിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായില്ല. അങ്ങനെ തൻ്റെ ഇരിപ്പ് ആ ശിംശപാവൃക്ഷത്തിൽ ഹനുമാൻ തുടരുകയാണ് ഉണ്ടായത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഹനുമാൻ രാത്രിയായി. എല്ലാവരും അവരവരുടെ നിദ്രയിലേക്ക് മടങ്ങി. ആ നിദ്രയിലേക്ക് മടങ്ങുന്ന സമയത്ത് ഹനുമാൻ ആ വൃക്ഷ ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് കഥകൾ ആലപിക്കുന്നതിന് ആരംഭിച്ചു. തൻ്റെ നടന്നു പോന്ന കർത്തവ്യങ്ങളെക്കുറിച്ച്, താൻ ചെയ്തു തീർത്ത കർമ്മങ്ങളെക്കുറിച്ച്, സീതാ പരിത്യാഗത്തിന് ശേഷം സീത രാവണനാൽ അപഹരിക്കപ്പെട്ടതിന് ശേഷം രാമനുണ്ടായ വൈഷമ്യങ്ങളെക്കുറിച്ച്
ഇതുവരെയുള്ള ജീവിതപാതയെക്കുറിച്ച് എല്ലാം ഹനുമാൻ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഹനുമാൻ്റെ വചനം കേട്ടപ്പോൾ സീതയ്ക്ക് ഒരു സംശയം, ഇത് ആര് എന്ന്, ആരാണ് ഇത്തരത്തിൽ ശ്രീരാമചന്ദ്രനെക്കുറിച്ച് ഇത്ര നന്നായി ഓർത്തെടുക്കുന്നത് എന്ന്. സീത ആ രൂപത്തെ ഒന്ന് കാണുന്നതിന് ആഗ്രഹിച്ചു. ആരാണ് ഇത്ര മനോഹരമായി ശ്രീരാമചന്ദ്രനെക്കുറിച്ച്, തൻ്റെ പതിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്? ഏറെ നാളായിരിക്കുന്നു പതിയിൽ നിന്ന് പിൻവടങ്ങിയിട്ട്. അപ്പോൾ ഹനുമാൻ ഒരു കൃഷരൂപിയായി സീതയുടെ മുൻപിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നാം കാണുന്ന മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് രാവണൻ്റെ എഴുന്നള്ളത്താണ്. രാവണൻ സീതാസവിധത്തിലേക്ക് എത്തിച്ചേരുന്നു. സീതയെ ഏതു തരത്തിലും അനുനയിപ്പിച്ച് തൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് രാവണൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ലങ്കേശൻ സീതാസവിധത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ കടന്നു വരുന്നതിന് മുൻപേ തന്നെ തലേ രാത്രിയിൽ അദ്ദേഹത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ അദ്ദേഹം ദർശിച്ചത് ശ്രീരാമലക്ഷ്മണന്മാർ ജലധി കടന്ന് ലങ്കയിലേക്ക് എത്തുന്നതും തന്നെ രാമാസ്ത്രത്തിന് വിധേയനാക്കുന്നതുമായിരുന്നു. രാമാസ്ത്രം ഏറ്റ് താൻ ഈ ഭൂമിയോട് വിട പറയുന്ന ഒരു രംഗത്തിന് സ്വപ്നത്തിൽ രാവണന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. രാവണനറിയാം, ശ്രീരാമൻ സാക്ഷാൽ നാരായണൻ്റെ അവതാരമൂർത്തിയാണ് എന്ന് തിരിച്ചറിയാവുന്ന രാവണൻ ഒരൊറ്റ ആഗ്രഹമേ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നുള്ളൂ. ആ രാമാസ്ത്രത്താൽ തനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. എങ്ങനെ ആയിരുന്നാലും തനിക്ക് വൈകുണ്ഠ പ്രാപ്തി നേടണം എന്നതായിരുന്നു. അതിനുള്ള ശരിയായ മാർഗമാണ് സീതാപഹരണത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്നും രാവണന് ബോധ്യമുണ്ടായിരുന്നു. തൽഫലമായി രാവണൻ സീതാസവിധത്തിലേക്ക് എഴുന്നള്ളുന്നു. സീതാസവിധത്തിൽ വന്നതിന് ശേഷം രാവണൻ സീതയോട് പറയുന്നു, നീ എന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് ആഗതയാകുക. നമുക്ക് ലങ്കയുടെ മനോഹരമായ മണിമന്ദിരത്തിനുള്ളിൽ സുഖസമൃദ്ധമായി ജീവിക്കാം, യാതൊരുവിധ അല്ലലുകളും ഇല്ലാതെ. നിന്നെപ്പോലുള്ള ഒരു സുന്ദരി എന്തിനാണ് കാനനമാർഗത്തിലൂടെ ഇങ്ങനെ അനാഥയായി അലയുന്നത്? രാമനെ പോലെ ഒരുവനെ ഭർത്താവായി നീ കൂടെ കൊണ്ട് നടക്കുന്നതിൽ എന്തു ഗുണമാണ് നിനക്കുള്ളത്? ലങ്കേശനായ എൻ്റെ അരികിലേക്ക് നീ വരിക എന്ന് ആ രാക്ഷസ രാജാവ് സീതയോട് പറയുന്നു. പക്ഷേ സീത പറയുന്നു, അങ്ങയുടെ യാതൊരു തരത്തിലുള്ള പ്രലോഭനത്തിനും കീഴടങ്ങുന്നവളല്ല സീത. മാത്രമല്ല ലങ്കേശന് ഒരു ഭീഷണിയും സീത ഉയർത്തുന്നു. സീത പറയുന്നു, ശ്രീരാമൻ ഈ ലങ്കയിലേക്ക് കടന്നു വരും. അതോടുകൂടി തന്നെ ലങ്ക നാമാവശേഷമാകും. അല്ലയോ രാക്ഷസ വീരനായ രാവണ, നിന്നെയും വധിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ പതി ലങ്കയെ വിട്ടു പോവുകയുള്ളൂ എന്നും സീത രാവണനെ അറിയിക്കുന്നു. സീതയുടെ ഇത്തരത്തിലുള്ള ഭാഷണം വളരെ ധികാരപരമായി രാവണന് അനുഭവപ്പെടുകയും രാവണൻ സീതയെ വധിക്കാൻ തൻ്റെ കരവാളം എടുക്കുകയും ചെയ്യുന്നു. രാവണന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു സീത തന്നോട് നടത്തിയ അധിക്ഷേപം എന്ന് രാവണന് തോന്നുന്നു. അങ്ങനെ സീതയെ വധിക്കുന്നതിന് വേണ്ടി രാവണൻ തൻ്റെ കരവാളം എടുക്കുമ്പോൾ രാവണൻ്റെ സഹധർമ്മിണിയായ മണ്ഡോദരി അരികിലുണ്ടായിരുന്നു. ആ രാവണാഗ്നി ഉടൻ തന്നെ തൻ്റെ ഭർത്താവിനെ തടഞ്ഞു. എന്നിട്ട് ആ രാക്ഷസേശ്വരനോടായി പറഞ്ഞു, അവിവേകം പ്രവർത്തിക്കരുത്. അവിവേകത്തിൻ്റെ ഫലം ദുരന്തമായിരിക്കും.
അതുകൊണ്ട് ഈ ഒരു ശ്രമത്തിൽ നിന്ന് പിന്മാറുക. അങ്ങയ്ക്ക് എന്തിനാണ് സീത? ഏത് സുന്ദരികളെ വേണമെങ്കിലും അങ്ങ് ആഗ്രഹിച്ചാൽ കരഗതമാകുകയില്ലേ? പിന്നെ എന്തിനാണ് ഈ സീതയെ? മണ്ഡോദരി ഒരുപാട് നീതിവാക്യങ്ങൾ, ധർമ്മവാക്യങ്ങൾ അവിടെ വെച്ച് രാവണനോട് ചോദിക്കുന്നു. രാവണന് മണ്ഡോദരിയുടെ ആ വാക്ശക്തിക്ക് മുൻപിൽ എതിര് നിൽക്കാൻ ആയില്ല. അതുകൊണ്ട് തന്നെ രാവണൻ തിരിച്ചു പോകാൻ ഉറപ്പിക്കുന്നു. തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നിശാചരികളോടായി രാവണൻ ഒരു നിർദ്ദേശം നൽകുന്നു. നിങ്ങൾ ഈ സീതയെ ഏതു വിധേനയും അനുനയിപ്പിച്ച് എൻ്റെ പട്ടമഹിഷിയാക്കി തീർക്കണം. അത് നിങ്ങളുടെ കർത്തവ്യമാണ് എന്ന് നിശാചരികളോട് രാവണൻ പറയുന്നു. 2 മാസ കാലയളവാണ് അതിനായി രാവണൻ ആ രാക്ഷസികൾക്ക് നൽകുന്നത്. അവർ രാവണാജ്ഞ ഏറ്റെടുക്കുന്നു. അങ്ങനെ രാവണൻ പോയി കഴിഞ്ഞപ്പോൾ സീത അതീവ ദുഃഖിതയായി തന്നെ ഇരിക്കുകയാണ്. എന്താണ് വിധിവിഹിതം എന്ന് തനിക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തേ രാമചന്ദ്രൻ തന്നെ വന്ന് രക്ഷിക്കാത്തു? ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് തന്നെ കാത്തു സംരക്ഷിച്ച് തന്നോടൊപ്പം നടന്നത് രാമചന്ദ്രൻ? ഇത്ര വേഗം തന്നെ തൻ്റെ പതി മറന്നുപോയോ? സീതയ്ക്ക് കഠിനമായ ദുഃഖം തോന്നുന്നു. അപ്പോഴാണ് ത്രിജട അങ്ങോട്ട് എത്തുന്നത്. ത്രിജട രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ്റെ പുത്രിയാണ്. ഒരു രാക്ഷസകുമാരിയാണ് എങ്കിൽ തന്നെയും ത്രിജടയിൽ ധർമ്മബോധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ത്രിജട സീതയുടെ സമീപത്തെത്തി സീതയെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ത്രിജടയ്ക്കും പറയാനുണ്ടായിരുന്നു ഒരു സ്വപ്നത്തിൻ്റെ കഥ. ഇന്നലെ രാവിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു ഐരാവതപ്പുറമേറി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ലങ്കയിലേക്ക് കടന്നു വരുന്നതായിരുന്നു ആ സ്വപ്നം. അങ്ങനെ അവർ ലങ്കയിൽ എത്തുക മാത്രമല്ല ചെയ്തത്, ലങ്കയെ മുച്ചൂടും മുടിച്ച് ലങ്കാപുരിയെ മുഴുവൻ ദഹിപ്പിച്ച് രാവണനെയും വധിച്ച് സീതാലക്ഷ്മി തിരികെ കൊണ്ടുപോകുന്ന ആ ഒരു ദർശനമാണ് തനിക്ക് സ്വപ്നത്തിൽ ഉണ്ടായത് എന്ന് ത്രിജട സീതാദേവിയെ അറിയിക്കുന്നു. മാത്രമല്ല ഈ സ്വപ്നം സഫലമാകും എന്ന ആത്മവിശ്വാസവും ത്രിജട പ്രകടിപ്പിക്കുന്നുണ്ട്. സീതാദേവിക്കും ത്രിജടയുടെ വാക്കുകൾ അത്യന്തം സന്തോഷം പകർന്നു. അങ്ങനെ സീതാദേവി അവിടെ ശാന്തയായിരിക്കുന്നു. ത്രിജട മറ്റ് രാക്ഷസിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങൾ കാത്ത് സംരക്ഷിച്ചു കൊള്ളണം സീതയെ എന്ന്. ഈ സമയത്താണ് ഹനുമാൻ സീതയോട് തൻ്റെ വരവിൻ്റെ വൃത്താന്തങ്ങളെല്ലാം ഈ ശിംശപാവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ അശരീരിയായി കേൾക്കുന്ന ഈ ഭാഷണം എവിടെ നിന്ന് ആരാണ് പറയുന്നത് എന്ന് സീതയ്ക്ക് ബോധ്യം വരുന്നില്ല. അതുകൊണ്ട് സീത പറയുന്നു, രാമനെക്കുറിച്ച് ഇത്ര ഭംഗിയായി ഇത്ര സുന്ദരമായി സംസാരിക്കുന്ന നീ ആരാണ്? എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട് എന്ന് സീത പറയുമ്പോഴാണ് ആ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി ഹനുമാൻ സീതാദേവിക്ക് മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്നത്. ആ ഹനുമാൻ തൊഴുകൈകളുമായി സീതാദേവിക്ക് മുൻപിൽ കൃശരൂപിയായി വന്നു നിൽക്കുന്ന ഹനുമാൻ സീതാദേവിയെ വണങ്ങി. പക്ഷേ സീതാദേവിക്ക് വിശ്വാസം വരുന്നില്ല. പണ്ട് ഒരു സന്യാസ രൂപിയായി വന്നുകൊണ്ടാണ് രാവണൻ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ഈ ലങ്കയിലേക്ക് തനിക്ക്
എത്താനുണ്ടായ സാഹചര്യം സീത ഓർത്തുപോയി. അതുകൊണ്ട് ഇതാ ഇപ്പോൾ തൻ്റെ മുൻപിൽ വന്ന് ഒരു വാനരരൂപിയായി നിൽക്കുന്ന ഹനുമാനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ശ്രീരാമദൂതനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ ഹനുമാനെ കണ്ടു കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാനായില്ല. അതുകൊണ്ട് സീത ചോദിച്ചു, നീ ആരാണ്, എന്താണ് കാര്യങ്ങൾ എന്ന് സീത ചോദിക്കുന്നു. സീതയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ്. എൻ്റെ കയ്യിൽ ഭവതിക്ക് നൽകുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ഇതാ മുദ്രാങ്കുലീയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു അടയാളവാക്യവും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭവതിയോട് പറയുന്നതിന് വേണ്ടി. അതുപ്രകാരം ഹനുമാൻ താൻ ഏറ്റെടുത്ത ദൗത്യവും ഈ മുദ്രാങ്കുലീയവും അതേപോലെ ആ അടയാളവാക്യവും സീതയെ അറിയിക്കുന്നു. അങ്ങനെ ഹനുമാൻ ആ പഴയ വൃത്താന്ത കഥകൾ എല്ലാം തന്നെ സീതാദേവിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹനുമാൻ പറഞ്ഞു, രാവണൻ വന്ന് പർണശാലയിൽ നിന്ന് സീതയെ മോഷ്ടിച്ച് കൊണ്ടുപോയതിന് ശേഷം അവിടെയുണ്ടായ സംഭവ പരമ്പരകൾ, എങ്ങനെയാണ് സുഗ്രീവനുമായി സഖ്യം ചെയ്തത് എന്നും സുഗ്രീവൻ്റെ സജീവനായ താൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രനിലേക്ക് എത്തിച്ചേർന്നത് എന്നും ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിലേക്ക് കടന്നു വന്നത് എന്നും, അങ്ങനെ സുഗ്രീവൻ്റെ നിർദ്ദേശപ്രകാരം എല്ലായിടങ്ങളിലുമുള്ള വാനരന്മാർ വന്നു ചേർന്ന കാര്യവും അവരെ ഏവരും തന്നെ സീതാന്വേഷണ വൃത്താന്തത്തിൽ ഏർപ്പെട്ടതും മാത്രമല്ല, ആ യാത്രയിൽ, ആ അന്വേഷണ യാത്രയിൽ അവർ കടൽക്കരയിൽ എത്തിച്ചേരുന്നതും കടൽക്കരയിൽ വച്ച് സമ്പാദിയെ കണ്ടുമുട്ടുന്നതും സമ്പാദിയുടെ നിർദ്ദേശപ്രകാരം ഇതാ ഈ കടൽ കടന്ന് ലങ്കയിലേക്ക് താൻ എത്താനുണ്ടായ സാഹചര്യവും എല്ലാം ഹനുമാൻ വളരെ വ്യക്തമായി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. കടൽ കടന്ന് എത്തുമ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഹനുമാൻ സീതയോട് പറയുന്നു. അങ്ങനെ താൻ ലങ്കയിലെത്തിയതിന് ശേഷം എവിടെയാണ് സീത മരുവുന്നത് എന്നത് നിശ്ചയമില്ലാത്തതിനാൽ ലങ്കയിൽ ഉടനീളം ചുറ്റി നടന്ന് കണ്ടതും ഒടുവിൽ ഈ ഉദ്യാനത്തിൽ പ്രവേശിച്ചതും ഇതാ ഈ ശിംശവ വൃക്ഷത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നതും അവിടെ ഇരുന്ന് രാവണ ദർശനം സാധ്യമായതുമെല്ലാം തന്നെ ഓരോ വിവരവും വളരെ വ്യക്തവും വളരെ ദൃഢവുമായ ഭാഷയിൽ സ്ഫുടമായി തന്നെ ഹനുമാൻ സീതാദേവിയോട് ഉണർത്തിക്കുന്നു. സീതാദേവിക്ക് അപ്പോൾ ഹനുമാൻ്റെ വാക്കുകളെ വിശ്വസിക്കാതിരിക്കാൻ ആയില്ല. സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ഉത്തമനായ ഒരു ദൂതൻ തന്നെയാണ് ശ്രീരാമനാൽ ഇങ്ങോട്ട് പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സീതയ്ക്ക് മനസ്സിലാവുന്നു. അപ്രകാരം സീതാദേവി വളരെ സന്തുഷ്ടയായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് കണ്ടെത്താൻ കഴിയുന്നത്. ഏവർക്കും നമസ്കാരം.